വനിതാ ക്യാപ്റ്റൻ സ്വാഗതം. ചരിത്രം കുറിക്കാൻ പോകുന്ന രണ്ട് വനിതാ ക്യാപ്റ്റന്മാർ. എന്താ പേര്? അനു ആൽബർട്ട് പുലിക്കാട്ടൻ. രണ്ട് വനിതാ ക്യാപ്റ്റന്മാർ. പണ്ട് ചുണ്ടൻ വള്ളങ്ങളിൽ വനിതകളെ അടുത്തുപോലും പ്രവേശിപ്പിക്കാത്ത പണ്ടത്തെ കാലത്തെ കുറിച്ച് കേട്ടുകഥകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ ചുണ്ടൻ വള്ളത്തെ നയിക്കാൻ പോകുന്ന രണ്ട് ക്യാപ്റ്റന്മാർ. ഉറപ്പല്ലേ? പിന്നെ തീർച്ചയായിട്ടും കിട്ടും. തുഴയുന്നില്ല ഇതുവരെ. ഊർജ്ജം കൊടുക്കുന്നവരാണ്. അപ്പോൾ രണ്ട് വനിതാ ക്യാപ്റ്റന്മാരാണ് നമ്മളുടെ ഈ ജോഷി കാവാലം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നടുഭാഗം ചുണ്ടനെ നയിക്കാൻ പോകുന്നത്. നമ്മുടെ കനത്ത വെല്ലുവിളി ആർക്കായിരിക്കും? എല്ലാ ചുണ്ടൻ വള്ളം 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കാൻ വരുന്നുണ്ട്. എല്ലാരെയും നമ്മൾ എതിരാളികളായിട്ട് തന്നെയാണ് കാണുന്നത്. യെസ്. അപ്പോൾ നീരണിയാൻ പോകുന്ന കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നീരണിഞ്ഞു തുടങ്ങിയാൽ പിന്നീട് ഇവൻ മിന്നൽ പിണറായി മാറുന്ന കാഴ്ചയാണ് പുന്നമടയുടെ നടുഭാഗം ചുണ്ടൻ. നടുഭാഗത്തിൻ്റെ ചരിത്രം പ്രേക്ഷകർക്കറിയാം. അന്ന് 1952 ഡിസംബർ 27 നെഹ്റു ആദ്യമായി ഈ പുന്നമടക്കായലിൽ, അന്ന് വള്ളംകളി, നെഹ്റു ട്രോഫി ഇല്ല, അന്ന് വള്ളംകളി കാണാൻ വരുമ്പോൾ അന്ന് ഒന്നാം സമ്മാനം അടിച്ചത് ഇതേ നടുഭാഗം ചുണ്ടനാണ്. വീണ്ടും ചരിത്രം കുറിക്കാൻ വരുമ്പോൾ ഇക്കുറി മറ്റൊരു ചരിത്രമുണ്ട്. രണ്ട് വനിതാ ക്യാപ്റ്റന്മാരാണ് ഈ നടുഭാഗം ചുണ്ടനുള്ളത്. നടുഭാഗത്തിന് പുന്നമട നീരണിയുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. BBC പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ ഇതാ നീരണിയുന്ന കാഴ്ച. ഇനി ഇവൻ മിന്നൽ പിണറാവും. ഇവൻ 6ാം തമ്പുരാൻ ജോഷി കാവാലം ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ഈ നടുഭാഗം ചുണ്ടൻ നീരണിയുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു കരയുടെ മുഴുവൻ പ്രാർത്ഥന, ഒരു കരയുടെ മുഴുവൻ നെഞ്ചിടിപ്പ്, ഒരു കരയുടെ മുഴുവൻ ആവേശം നിറഞ്ഞു നിൽക്കുന്ന നിമിഷമാണ്. 40 ദിവസത്തെ അധ്വാനമാണ്. രണ്ട് വനിതാ ക്യാപ്റ്റന്മാരുള്ള നടുഭാഗം ചുണ്ടൻ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാ നീരണിയുന്ന കാഴ്ചയാണ്. കപ്പ് വാങ്ങിച്ച ചുണ്ടൻവള്ളമാണ്. പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിലും അടുത്ത കാലത്തായിട്ട് പെർഫോമൻസ് മോശമായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ തിരിച്ചു വരും, ശക്തമായി തിരിച്ചു വരും. നോക്കുക, ആവേശം, നീരണിയുന്ന കാഴ്ച. വാവ്, എന്താ കാഴ്ച അല്ലേ പ്രിയപ്പെട്ടവരെ. 80ഓളം തുഴച്ചിലുകാർ അല്ലേ? 80ഓളം തുഴച്ചിലുകാർ അമരത്ത് നിൽക്കുന്ന, ഒന്നുമില്ല, ഒരു ഭേദവുമില്ലാതെ പാട്ടും ഊർജവും ഒരേപോലെ. 1250 മീറ്റർ തുഴയുക എന്ന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാൽ ആ ഫിനിഷിംഗ് പോയിന്റ് മാത്രം, ആ വെള്ളിക്കപ്പ് മാത്രം. ഐക്യമുള്ള ഒരു മത്സരം വേറെ എവിടെങ്കിലും ഉണ്ട് സാർ? ഇത്ര നാടിന്റെ കരയുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമാണ് രണ്ട് വനിതാ ക്യാപ്റ്റന്മാർ. അതെ, വഴിമാറിച്ചിരിക്കുകയാണ്. രണ്ട് ക്യാപ്റ്റന്മാരെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തി. മുഖങ്ങളൊന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. കപ്പെടുക്കാൻ നേരത്തെ ഈ രണ്ട് മുഖങ്ങൾ നെഹ്റു പവലിയനിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങുന്നത് നമുക്ക് കാണണം അല്ലേ? പിന്നെ ഈ വള്ളം ചരിത്രമുള്ളതാ. അപ്പൊ ഇന്നൊരു ചരിത്രം, പുതിയൊരു ചരിത്രം ഉണ്ടാകട്ടെ. 4 മിനിറ്റിന് വേണ്ടിയിട്ട് 40 ദിവസത്തെ കഠിനമായ അധ്വാനമാണ്. അത് 4 മിനിറ്റിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുണ്ടാകട്ടെ, തമ്പുരാൻ കൂടെ നിൽക്കട്ടെ. ചരിത്രം വഴിമാറും തീർച്ചയായിട്ടും. വളരെ സന്തോഷം തോന്നുന്നു. പെട്ടെന്ന് ഭയങ്കര ആവേശമുണ്ട്. ഇന്ന് കപ്പ് അടിക്കുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അങ്ങനെ നടക്കട്ടെ.